കൂട്ടുകാരെ ഞാൻ വന്നു കേട്ടോ. കുറച്ച് കൃഷി വിളവെടുപ്പ് വീഡിയോ ആണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കോളിഫ്ലവർ പോലത്തെ ഉള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇലയാണ് നമ്മൾ തോരൻ വെച്ചത്. ഇതിങ്ങനെ ഇലയായിട്ട് ഇങ്ങനെ എപ്പോഴും ഫുൾ ഇങ്ങനെ ഉള്ളുന്നുള്ളുന്ന് ഇങ്ങനെ കോളിഫ്ലവർ വരുന്ന പോലെ ഇലയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. നമ്മൾ കോളിഫ്ലവറിൻ്റെയൊക്കെ ഇല തോരൻ വെക്കൂലേ, അതുപോലെ കേട്ടോ. കൂടെ നമ്മുടെ കുഞ്ഞൻ തക്കാളിയും വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ആവശ്യത്തിനുള്ള തക്കാളിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. ഇന്നത്തെ ഹെൽപ്പർ നമ്മൾ ആദൂട്ടനാട്ടോ. രണ്ടുപേർക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം കേട്ടോ. കിച്ചുമോനായാലും ആദൂട്ടനായാലും ഇങ്ങനത്തെ പണികൾക്കൊക്കെ കൂട്ടിയ കുസൃതിയൊന്നും ഇല്ലാതെ രണ്ടുപേരും കൂടിക്കോളൂ. കളികളൊക്കെ വിറകിൻ്റെയൊക്കെ കോല് കുത്തിക്കൊടുത്തതിൻ്റെ അടിയിലോട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പറിക്കാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. മായക്കൂട്ടനാട്ടോ തക്കാളിയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്നുള്ള ഇലകൾ ഇങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. അടിയിൽ നിന്ന് പറിക്കുമ്പോൾ വീണ്ടും ഉള്ളുന്നുള്ള ഇലകൾ ഉണ്ടായിക്കോളൂ കേട്ടോ. അങ്ങനെ പറിച്ചെടുത്ത ചീരയും തക്കാളിയായിട്ട് വീടിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഇത് വേറെ എവിടെയല്ല, നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നട്ടിട്ടുള്ളത്. അങ്ങനെ വീടെത്തി ബേസിനിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇത് കഴുകി ക്ലീൻ ചെയ്ത് വെക്കണമല്ലോ. പിന്നെ എപ്പോഴും എന്തെങ്കിലും ഒരു തോരനായിട്ട് ചീര കറികൾ തന്നെ ഉണ്ടാവും കേട്ടോ. അച്ഛൻ വയലിൽ നിന്നായാലും എല്ലായിടത്തു നിന്നും കൊണ്ടുവരുന്നത്. അങ്ങനെ ചീരയൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ അതിന് കുറച്ച് എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ്. കിച്ചുമോനാണെങ്കിൽ വീട്ടിൽ നിന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞാനും ആദൂട്ടനും കൂടെ തിരിച്ച് നേരെ നമ്മളെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റ ബൈ, ടേക്ക് കെയർ.